പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓവർസിയർ ബാച്ച് 500-ലധികം ഉദ്യോഗാർത്ഥികളുമായിട്ട് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സന്തോഷ വാർത്ത ആദ്യം അറിയിക്കട്ടെ. ഇങ്ങനൊരു ബാച്ച് തുടങ്ങുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത്രയധികം ആളുകളൊക്കെ വരൂ, 500 പേരൊക്കെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമയമെടുത്ത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡിയാണ് ഭംഗിയായിട്ട് പഠിക്കാൻ കഴിയുന്നു. ഒരുപാട് ഉദ്യോഗാർത്ഥികളുമായിട്ട് നിരന്തരം വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ ഓവർസിയർ ഉദ്യോഗാർത്ഥികളുടെ അവരുടെ ഒരു ഇതെന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് പൾസ് എനിക്ക് മനസ്സിലാകും. അവർ പറയുന്നത് ഒന്നേ ഉള്ളൂ, സാറേ ക്ലാസ്സിൽ വന്ന് ഇരുന്നാലും മതി, ആ 2 മണിക്കൂർ ക്ലാസ്സിൽ ഇരുന്ന് തന്നെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. പിറ്റേ ദിവസം റിവിഷൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്, കാരണം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ റിവിഷൻ ചെയ്യും, കാരണം റിവിഷൻ ഇല്ലാതെ ഒരു എക്സാമിന് അഭിമുഖീകരിക്കുക അത് വിഡ്ഢിത്തരമാകും എന്ന് ഞങ്ങൾക്കറിയാം എന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പറയാറുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, 500-ലധികം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ആഴ്ചയിൽ 3 ദിവസം രാത്രി 8:20 മുതൽ 10:20 വരെ നടക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അല്പം നിരാശയൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് ഉദ്യോഗാർത്ഥികളുടെ അടുത്ത്. പലരും പറയും ഓൺലൈൻ ക്ലാസ്സുകൾ പരാജയമാണ്, അങ്ങനെ വിജയിക്കാറൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിന് അനുകൂലമൊന്നുമല്ല. അതിന് നമ്മുടെ മുന്നിൽ ഉള്ള നേരിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം. ഓൺലൈൻ ക്ലാസ്സുകൾ സക്സസ് തന്നെയാണ്. ഒരു പക്ഷേ ഡയറക്റ്റ് ക്ലാസ്സുകളേക്കാൾ സക്സസ് ആണ് എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് സമയമൊന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മൾ സ്വസ്ഥമായി നമ്മുടെ വീട്ടിലെ ഏറ്റവും അനുയോജ്യമായ സമയത്തിരുന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കുക, ക്വസ്റ്റ്യൻസൊക്കെ ക്ലാസ്സിലിരുന്ന് തന്നെ ചെയ്തു നോക്കുക, ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടാക്കുക, നല്ല ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തുക, നമ്മുടെ ഉദ്യോഗാർത്ഥികളുമായിട്ട് പരസ്പരം സംവദിക്കാൻ കഴിയുക എന്നിങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിജയം നമുക്ക് സ്വപ്നം കാണുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളത് തന്നെയാണ്. വാശിയോടുകൂടിയാണ് പഠിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അല്പം നിരാശ എനിക്കുണ്ട്. അതെന്തുകൊണ്ടാണ്? എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരുപോലെയാണോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ലൈവായിട്ട് തന്നെ ലൈവ് ക്ലാസ്സിന് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. 2 മണിക്കൂറാണ് ക്ലാസ്. ആ 2 മണിക്കൂർ നിങ്ങൾ വളരെ കൃത്യമായൊരു റൂമിൽ വന്നിരുന്ന് ക്യാമറ ഓൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റിവിഷൻ്റെ പോലും ആവശ്യം വരില്ല എന്നുള്ളതാണ്. പഠിച്ചങ്ങ് കഴിയും. അതോടുകൂടെ നിങ്ങളുടെ വേറെ പരിപാടികളൊക്കെ മാറ്റി വെച്ച് ആഴ്ചയിൽ 3 ദിവസം 2 മണിക്കൂർ, അങ്ങനെ 6 മണിക്കൂറാണ് ആവശ്യപ്പെടുന്നത്. 180ഓളം പേരാണ് കൃത്യമായി അത് ചെയ്തു പോകുന്നത്. ഈ 500 പേരിൽ ആ 150 പേരുണ്ടല്ലോ, ഒന്നിനൊന്ന് മെച്ചമാണ്. അവർ മത്സരിച്ച് പഠിക്കുകയാണ്, നല്ല ലെവലിലേക്ക് അവർ ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്? ബാക്കിയുള്ളൊരു വിഭാഗത്തിന് പല ഒഴിവ് കഴിവുകളും പറയാനുണ്ടാവും. ന്യായമായിട്ടുള്ളതും ന്യായമല്ലാത്തതും ഒക്കെ ഉണ്ടാവും. കുട്ടികളെ നോക്കണം, ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ജോലി കഴിഞ്ഞെത്താൻ വൈകുന്നു, ക്ഷീണമാണ്, അങ്ങനെ എല്ലാ ദിവസവും 2 മണിക്കൂർ ഇരിക്കാൻ രാത്രി പറ്റുന്ന സമയമല്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരെന്നിട്ട് പറയും, ഞങ്ങൾ റെക്കോർഡഡ് കണ്ടുകൊള്ളാം. കാരണം ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, ആ ലൈവ് നടന്ന് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിൻ്റെ റെക്കോർഡിങ്സ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ലഭ്യമാവും, നോട്ട് ലഭ്യമാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് നോക്കി പഠിച്ചുകൊള്ളാം, ആ ക്ലാസ് കണ്ടുകൊള്ളാം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറേ പേര് അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ലൈവിൽ പങ്കെടുക്കാൻ പറ്റാത്തവർ റെക്കോർഡിങ്സ് വളരെ കൃത്യമായി തൊട്ടടുത്ത ദിവസം തന്നെ കണ്ട് പഠിച്ച് നീറ്റായി പോകുന്ന ഒരു ചെറിയ വിഭാഗം കേട്ടോ. പക്ഷെ വലിയ വിഭാഗത്തിന് എന്താ പറ്റുന്നതെന്നറിയാമോ? പിറ്റേ ദിവസം കാണാമെന്ന് വിചാരിക്കും, 2 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ, ചിലപ്പോൾ 2 മണിക്കൂർ കാണില്ല, ഇടയ്ക്ക് വെച്ചൊക്കെ നിർത്തും, മറ്റുള്ള കാര്യങ്ങൾക്ക് പോകും, അപ്പോൾ പെൻഡിങ് ആവും. തൊട്ടടുത്ത ദിവസം പിന്നെയും ലോഡ് വന്നു. അങ്ങനെ ലോഡ് കൂടി പിന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. വേറൊരു വിഭാഗം ആളുകളുണ്ട്, എക്സാം വരട്ടെ, ഡേറ്റൊക്കെ വരട്ടെ എന്നിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. രക്ഷപ്പെടില്ല കേട്ടോ അങ്ങനെയുള്ളവർ. ഞാൻ ആത്മാർത്ഥമായി തുറന്നങ്ങ് പറയുക, പുതിയൊരു ബാച്ചിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എങ്കിലും ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾ കൃത്യമായി ആ ലൈവിൽ തന്നെ വന്ന് പങ്കെടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകും. നിങ്ങളുടെ മനസ്സ് തന്നെ മാറും. ഞാനിങ്ങനെ നിന്നാൽ പോരാ, മറ്റൊരു ലെവലിലേക്ക് ഞാൻ എത്തേണ്ടതായിട്ടുണ്ട്, അതിനെനിക്കിത് സാധിക്കുന്നുണ്ട്, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്, പഠിക്കാൻ കഴിയുന്നുണ്ട്, ക്ലാസ്സിൽ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടെ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ആവേശം കൂടി വരണം. അതിന് ചെയ്യേണ്ടത് എന്താ? ക്യാമറ ഓൺ ചെയ്യണം, ലൈവായിട്ട് പങ്കെടുക്കണം. ഒരു ദിവസം ലൈവിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ സങ്കടം വരണതാണ്. അയ്യോ ഇന്നത്തെ ലൈവ് പോയല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടാവണം. തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ റെക്കോർഡിങ്സ് വളരെ ഭംഗിയായി ഡെഡിക്കേറ്റഡ് ആയിരുന്നിട്ട് നമ്മൾ കാണണം.
അതുപോലെ ഗ്രൂപ്പിൽ സജീവമാക്കണം. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഡൗട്ടുകളൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ റിവിഷൻ ചെയ്യാനിരിക്കുമ്പോഴാണ് ഡൗട്ടുകളൊക്കെ തോന്നുക. ആ ഡൗട്ടുകൾ അപ്പോൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, അതിന് റിപ്ലൈ കിട്ടിയിരിക്കും. ഇനി എൻ്റെ നമ്പർ പബ്ലിക്കാണ്, എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിക്കുക, അല്ലെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ 500-180 ആളുകൾ വളരെ ഭംഗിയായിട്ട് ഈ അവസരങ്ങൾ ഉപയോഗിക്കുകയാണ്. അതായത് സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ലെവലിലുള്ള നിരവധി എക്സാമുകൾ നമ്മളെ കാത്തിരിക്കുമ്പോൾ ഈ അവസരത്തെ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. ഇനി ഇതുവരെയും ഇത്തരം എക്സാമുകൾക്ക് പഠനം ആരംഭിക്കാത്ത, അല്ലെങ്കിൽ മുന്നേ എപ്പോഴൊക്കെ പഠിച്ച് എന്തൊക്കെയോ ആയിട്ടുണ്ട്. ചിലരുണ്ട് ബിടെക് ലെവൽ കുറേയൊക്കെ പഠിച്ച് അതിനാണെങ്കിൽ അത്ര സക്സസ് ആവുന്നുമില്ല, എന്നാൽ ഇനി ഓവർസിയർ ലെവൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ട്. എങ്കിൽ ഇങ്ങോട്ട് പോരെ, വേറെ ഒന്നും നോക്കാനില്ല. കുറഞ്ഞ ഫീയേ ഉള്ളൂ, 4100 രൂപ മാത്രമാണ് ഒരു വർഷത്തേക്ക് നമ്മൾ ആകെ ഫീ വാങ്ങിക്കുന്നത് ഈ ലൈവ് ക്ലാസ്സിന്. ഇനി എന്ത് നോക്കാനാണ് ഉള്ളത്? ഇതൊരു പരീക്ഷണമായിട്ടെങ്കിലും നിങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് പാലിക്കണം. അതല്ല സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ വഴുതി പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങും എത്തുകയില്ല എന്നുള്ള വാണിങ്ങോട് കൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ കൃത്യമായി ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ തയ്യാറാണ്, മാനസികമായി റെഡിയാണ്, ഞാൻ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു നിശ്ചിത സിലബസേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ഇപ്പോൾ എല്ലാ എക്സാമുകൾക്കും PSC കൃത്യമായിട്ടുള്ള സിലബസ് മൊഡ്യൂൾ വൈസ് പറയുന്നുണ്ട്, 10 മൊഡ്യൂള്. ആ ഓരോ മൊഡ്യൂളിൽ നിന്ന് ഇത്ര മാർക്ക് കൃത്യമായിട്ട് അതിൽ ഓരോ ടോപ്പിക്ക് സബ് ടോപ്പിക്ക് വെച്ചുകൊണ്ടാണ് PSC സിലബസ് ഇറക്കുന്നത്. നോക്കൂ, ആ സിലബസിൽ ഫോക്കസ്ഡ് ആയിട്ട് കൃത്യമായി പഠിക്കുകയും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ക്ലാസ്സിൽ തന്നെ ഇരുന്ന് അങ്ങ് പഠിക്കുകയും പിന്നീട് ഇടയ്ക്കിടയ്ക്ക് എക്സാമുകളും റിവിഷൻ എക്സാമുകളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതും ഒരു പ്രയാസവുമില്ലാതെ അധികം സമയമൊന്നും മെനക്കെടുത്താതെ ജോലിക്ക് പോകുന്നവർ സമാധാനത്തോടെ ജോലിക്ക് പോയിക്കോളൂ. ബാക്കിയുള്ള സമയം മതി നമുക്കിതിന് വേണ്ടിയിട്ട്. പിന്നെ എന്താ പ്രശ്നം? ഇനിയും മടി കാണിച്ച് ഇരിക്കേണ്ടതായിട്ടുണ്ടോ? ഈ 2025 എക്സാമുകളുടെ വർഷമല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും നമുക്ക് സക്സസ് ആകണ്ടേ? അതിന് ഇപ്പോൾ മുതലേ പഠിച്ചു തുടങ്ങണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങളിനി കാത്തിരിക്കേണ്ട, പുതിയ ബാച്ചിൻ്റെ സമയമൊന്നും നോക്കണ്ട. ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ, പഠനം ആരംഭിച്ചോളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നേരിട്ട് എന്നെ വിളിച്ചോളൂ. എൻ്റെ നമ്പർ നമ്മുടെ എല്ലാ യൂട്യൂബ് വീഡിയോകളുടെയും താഴെ ഉണ്ടാവും, ഈ വീഡിയോൻ്റെ താഴെയും ഉണ്ടാവും. നിങ്ങൾ എന്നെ വിളിക്കുക. എല്ലാ സംശയങ്ങളും നമ്മൾ തന്നെ പറഞ്ഞു തരുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നോടൊപ്പം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് ഈ വരുന്ന എക്സാമുകളെ നമ്മൾ നേരിടുക തന്നെ ചെയ്യും. എല്ലാവരെയും ഓവർസിയർ ബാച്ചിലേക്ക്, വൈകി നടക്കുന്ന ഓവർസിയർ ബാച്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും 2025 പ്രതീക്ഷയുടെ വർഷമായിട്ട് മാറട്ടെ. നന്ദി.